നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരത്തിന് ഇന്ന് തുടക്കമായി. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ജനത ഓശാന ഞായർ ആചരിച്ചു. തൊടുപുഴയിൽ കേന്ദ്രമന്ത്രി CR ചൌധരി താമസിച്ച സർക്കാർ ഗസ്റ്റ് ഹൌസിൽ 1.5 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയത് വിവാദമാകുന്നു. സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യൻ. വേനൽ മഴയ്ക്ക് ശേഷമുണ്ടായ കഠിനമായ ചൂട് കാപ്പി കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കടുത്ത വേനലിൽ കാപ്പിപ്പൂക്കൾ കരിഞ്ഞുണങ്ങി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു. ദിനംപ്രതി 600-ലധികം രോഗികളെത്തുന്ന ആതുരാലയത്തിൽ മരുന്ന് വാങ്ങുന്നതിനും കുത്തിവയ്പ്പെടുക്കുന്നതിനുമായി മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട ഗതികേടിൽ രോഗികൾ. വാർത്തകൾ വിശദമായി. ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരത്തിന് ഇന്ന് തുടക്കമായി. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ജനത ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ക്രൈസ്തവ ജനതയുടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ ആഘോഷിച്ചു. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനത്തിന്റെ അനുസ്മരണവും പീഡാനുഭവ വാരത്തിലേക്കുള്ള കവാടവുമാണ് ഓശാന ഞായർ. ദൈവമഹത്വത്തിന്റെ വെളിപാടുമായി ബന്ധപ്പെട്ട ഒലിവുമലയുടെ അരികിലുള്ള ബെത്ഫഗയിലെത്തിയപ്പോഴാണ് തനിക്ക് ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴുതയെ അഴിച്ചുകൊണ്ടുവരുവാൻ 2 ശിഷ്യന്മാരെ ക്രിസ്തു അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അയച്ചത്. ഈ കഴുതയുടെ പുറത്തിരുന്ന് ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടുമൊപ്പം ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. ഭൗതിക രാജാക്കന്മാരെ പോലെ കുതിരയുടെ പുറത്തല്ല, കടമെടുത്ത കഴുതയുടെ പുറത്തിരുന്നാണ് ക്രിസ്തു ജെറുസലേമിലേക്ക് വരുന്നത്. ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം കഴുതപ്പുറത്തും ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രങ്ങളും വൃക്ഷച്ചില്ലകളും വഴിയിലും നിരത്തിയാണ് രാജാവായ ക്രിസ്തുവിനെ വരവേൽക്കുന്നത്. ജെറുസലേം വീതിയിലൂടെ രാജാവിനെ പോലെ ക്രിസ്തുവിനെ ആനയിച്ചതിന്റെ ഓർമ്മയാണ് ഓശാന ഞായറാഴ്ച ആചരിക്കുന്നത്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇന്ന് രാവിലെ കുരുത്തോല വെഞ്ചരിപ്പും വിതരണവും നടന്നു. ചില അസൂയുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഈ കുട്ടികൾ അവരുടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, അവരെ വിലക്കിയാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടുവെന്നും. കർത്താവ് ഒരു കഴുതക്കുട്ടിപ്പുറത്താണ് യെരുശലേമിലേക്ക് യാത്രയായത്. കഴുത എന്ന ആ മൃഗം അന്ന് ആ കാലത്ത്, രാജാക്കന്മാരുടെ കാലത്ത് സമാധാന യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ്. യുദ്ധത്തിന് വേണ്ടി കുതിരകളെ ഉപയോഗിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി, സമാധാന യാത്രയിൽ സ്നേഹം കാണിക്കുവാൻ, പ്രകടിപ്പിക്കുവാൻ, ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുവാനും കർത്താവ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുവാനാണ് തീരുമാനിച്ചത്. ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതപ്പുറത്ത് കർത്താവ് യെരുശലേമിലേക്ക് ജൈത്രയാത്രയായി. മണ്ണും
സുതനായി അണയുന്നു നഗര കവാടത്തിൽ വിരാജിതനായി അണയുന്നു നഗര കവാടത്തിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന. ഇനിയുള്ള ഒരാഴ്ച പള്ളികളിൽ ആഴ്ചയുടെ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക തിരുക്കർമ്മങ്ങളുണ്ടാകും. വ്യാഴാഴ്ച യേശുവിന്റെ ഒടുവിലത്തെ അത്താഴത്തിന്റെ ഓർമ്മയനുസ്മരിച്ച് പെസഹായും യേശുക്രിസ്തു പീഡകളേറ്റു മരിച്ചതിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരണവും നടക്കും. ഞായറാഴ്ചയാണ് ഉയർപ്പു തിരുനാൾ. കാന്തല്ലൂർ വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ ഇന്ന് ഓശാന ഞായർ ആചരണത്തിന് വിശ്വാസികൾ കയ്യിലേന്തിയത് ഒലിവ് ചില്ലകൾ. കാന്തല്ലൂരിലെ ജോർജ് തോപ്പന്റെ തോട്ടത്തിൽ നിന്നുമാണ് ദേവാലയത്തിലേക്ക് ഒലിവ് ചില്ലകൾ എത്തിച്ചത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനം രാജകീയമാക്കിയ ജനക്കൂട്ടത്തെ പോലെ ഒലിവ് ചില്ലകൾ വീശിയാണ് കാന്തല്ലൂർ വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ ഇക്കുറി വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചത്. കഴിഞ്ഞ വർഷം വരെ സഹായഗിരി പള്ളിയിലും കുരുത്തോലയാണ് ഓശാന ഞായറിന് ഉപയോഗിച്ചിരുന്നത്. ഭവന സന്ദർശനത്തിനിടെ ഇടവകാംഗമായ ജോർജ് ജോസഫിന്റെ വീട്ടിൽ നട്ടുവളർത്തിയ ഒലിവ് മരം കണ്ട വികാരി ഫാദർ ജോസഫ് പൗവത്തിലാണ് ഒലിവില ഉപയോഗിച്ച് ഓശാന ഞായർ ആചരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈശോ വിനയാനന്ദനായി കഴുതക്കുടിയുടെ പുറത്ത് ജെറുസലേം നഗരത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വഴിയിൽ തങ്ങൾ തുണികൾ വിരിക്കുകയും കയ്യിൽ ഉരുകുമരത്തിന് ചില്ലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓശാന പാടി രാജാവിനെ എതിരേൽക്കുകയും ചെയ്തു. അതിനെ അനുസ്മരണം നമ്മളൊന്ന് ആഘോഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഉരുകുമരത്തിന് ചില്ലകൾ തന്നെയാണ് നമ്മൾ ഓശാന തിരുനാൾ നമ്മൾ കൊണ്ടാടുക. ഉരുകുമരത്തിന് ചില്ലകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്രയും കാലം ഇവിടുത്തെ ഫ്രൂട്ട്സിന്റെയും അല്ലെങ്കിൽ വെജിറ്റബിളിന്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ ഈ ഒലിവുമരത്തിന്റെ പേരുകൊണ്ട് തന്നെ എപ്പോഴാൻ സാധ്യതയുണ്ട്. 4 വർഷം മുമ്പ് നട്ട ഒലിവുമരം പ്രത്യേക പരിചരണത്തിലൂടെ നല്ല വളർച്ചയിലെത്തിയിരുന്നു. വികാരിയച്ഛന്റെ ആഗ്രഹമറിഞ്ഞ ജോർജും കുടുംബവും ഒലിവ് ചില്ലകൾ നൽകാൻ സമ്മതമറിയിച്ചു. തുടർന്ന് ഇന്നലെ വൈകിട്ട് ഫാദർ ജോസഫ് പൗവത്തിലും ഫാദർ ജോസഫ് വെട്ടിക്കലുമെത്തി മരത്തിന് ദോഷം വരാത്ത രീതിയിൽ ചില്ലകൾ മുറിച്ചെടുത്ത് ദേവാലയത്തിലെത്തിച്ചു. ഇന്ന് ഈ ഒലിവിലകൾ ഏന്തിയാണ് ഓശാന ഞായർ പ്രദക്ഷിണം നടന്നത്. തൊടുപുഴയിൽ കേന്ദ്രമന്ത്രി CR ചൌധരി താമസിച്ച സർക്കാർ ഗസ്റ്റ് ഹൌസിൽ 1.5 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയത് വിവാദമാകുന്നു. സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യൻ ആരോപിച്ചു. ഇന്നലെ മൂന്നാർ സന്ദർശനത്തിന് ശേഷം കേന്ദ്രമന്ത്രി CR ചൌധരി തൊടുപുഴ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചത്. എന്നാൽ വയറിംഗ് തകരാർ മൂലം രാത്രിയിൽ ഗസ്റ്റ് ഹൌസിലെ വൈദ്യുതി നിലച്ചു. ഒരു മെഴുകുതിരി പോലുമില്ലാതെ മന്ത്രി മുറിയിൽ കുടുങ്ങി. 9 മണിയോടെ നിലച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് രാത്രി 10:30യോടെയാണ്. കേന്ദ്രമന്ത്രി താമസിച്ച മുറിയിൽ വൈദ്യുതി മുടങ്ങിയതും പുനഃസ്ഥാപിക്കാൻ ദീർഘനേരമെടുത്തതും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യൻ പറഞ്ഞു. ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷിതമായിട്ടൊരു മുറി കൊടുക്കുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും വളരെ പ്രതിഷേധാർഹമാണ്. BJP ശക്തമായിട്ടുള്ള പ്രതിഷേധ നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. കേന്ദ്രമന്ത്രി വന്ന അവസരത്തിൽ വൈദ്യുതി മുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈദ്യുതി വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വൈദ്യുതി പോയാൽ ഗസ്റ്റ് ഹൌസിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല. മുറിയിലെ AC പ്രവർത്തിക്കാതായതോടെ മന്ത്രി വിഷമിച്ചെങ്കിലും മറ്റൊരു മുറിയിലേക്ക് മാറാതെ അദ്ദേഹം ഇവിടെ തന്നെ രാത്രി കഴിച്ചുകൂട്ടുകയായിരുന്നു. വേനൽ മഴയ്ക്ക് ശേഷമുണ്ടായ കഠിനമായ ചൂട് കാപ്പി കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കടുത്ത വേനലിൽ കാപ്പിപ്പൂക്കൾ കരിഞ്ഞുണങ്ങിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ചൂടിന്റെ കാഠിന്യം കർഷകരെ ദുരിതത്തിലേക്കാണ് നയിക്കുന്നത്. അപ്രതീക്ഷിതമായി ലഭിച്ച വേനൽമഴ കാർഷിക വിളകൾക്ക് അനുഗ്രഹമായിരുന്നു. എന്നാൽ തുടർന്നുണ്ടാകുന്ന ചൂട് കാർഷിക വിളകൾക്ക് തിരിച്ചടിയായി. ഇത് ഏറ്റവും അധികം ബാധിച്ചത് കാപ്പി കർഷകരെയാണ്. ആദ്യത്തെ വേനൽമഴയ്ക്ക് പിന്നാലെ തന്നെ കാപ്പിച്ചെടികളെല്ലാം പൂത്തുലഞ്ഞു. ഇത് കർഷകർക്ക് ആഹ്ലാദമാവുകയും ചെയ്തിരുന്നു. തുടർച്ചയായി 2-3 മഴ ലഭിച്ച ശേഷം മഴ നിൽക്കുകയും അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാത്ത തരത്തിൽ ചൂട് കൂടുകയും ചെയ്തു. കത്തുന്ന വേനൽ ചൂടിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കളെല്ലാം കരിഞ്ഞു പോയതോടെ കർഷകർ നിരാശയിലായി. കാപ്പിപ്പൂ മുഴുവൻ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയും ചെയ്തു. അത് കാപ്പി കർഷകരെ വളരെയേറെ ബുദ്ധിമുട്ടിൽ ആക്കിയിരിക്കുകയാണ്. വരുന്ന വർഷം കാപ്പി കുടിക്കുവാൻ പോലും പൊടിയെടുക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. വെയിലിന്റെ കാഠിന്യം ദിനംപ്രതി കൂടി വരുന്നത് കാപ്പിച്ചെടികളുടെ നിലനിൽപ്പിനെയും സാരമായി ബാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം കാരണം അടുത്ത സീസണിൽ കുടിക്കാൻ പോലും കാപ്പിക്കുരു ലഭിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്.
അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു. ദിനംപ്രതി 600-ലധികം രോഗികളെത്തുന്ന ആതുരാലയത്തിൽ മരുന്ന് വാങ്ങുന്നതിനും കുത്തിവയ്പ്പെടുക്കുന്നതിനുമായി മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. ദിനംപ്രതി 600-ലധികം രോഗികളെത്തുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൂലം രോഗികൾ വലയുന്നു. നഴ്സുമാരുടെ എണ്ണത്തിലുള്ള കുറവാണ് ഇവരെ ഏറ്റവും കൂടുതലായി അലട്ടുന്ന പ്രശ്നം. രാവിലെ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് OP ചീട്ട് ലഭിക്കുന്നത്. പിന്നീട് ഡോക്ടറെ കാണാനും നീണ്ട ക്യൂ. ഒടുവിൽ ഡോക്ടറെ കണ്ട ശേഷം ഇവർ നിർദ്ദേശിക്കുന്ന ലാബ് ടെസ്റ്റും എക്സ്റേയും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നേരം ഉച്ചയാവും. ഈ സമയമാവുമ്പോഴേക്കും ഡോക്ടർമാർ സേവനം നിർത്തി സ്വകാര്യ പ്രാക്ടീസ് റൂമിനുള്ളിൽ ചേക്കേറിയിരിക്കും. ഇതാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരിതം. തീരെ വയ്യാത്തവരും ധനികരും സ്വകാര്യ റൂമിൽ ഫീസ് കൊടുത്ത് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുമ്പോൾ ദീർഘദൂരം യാത്ര ചെയ്ത് അവശതയിലെത്തുന്ന ആദിവാസികൾ അടക്കമുള്ളവർക്ക് മരുന്ന് കുറിച്ചു കിട്ടണമെങ്കിൽ അടുത്ത ദിവസം വരെ കാത്തിരിക്കണം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടാവുന്നത് ജീവനക്കാരുടെ അഭാവം തന്നെയാണ്. ആവശ്യത്തിന് ജീവനക്കാരും മികച്ച സേവനവും ഉണ്ടെങ്കിൽ അവശരായി എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങാനാവും. ആദിവാസി കുടികളിലെ ആളുകൾ ഉൾപ്പെടെ 14ഓളം പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ മതിയായ ജീവനക്കാരെ നിയമിച്ച് ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. നെടുങ്കണ്ടം ബോഡിമെട്ടിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറ്റിസ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പ്ലാന്റിലെ സംസ്കരണം കാര്യക്ഷമമല്ലാത്തതിനാൽ പ്രദേശം മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. നെടുങ്കണ്ടം ടൗണിൽ നിന്നും പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ബോഡിമെട്ടിലാണ് എത്തിക്കുന്നത്. മാലിന്യം സംസ്കരിക്കുന്നതിനായി 2008-ൽ ഇവിടെ ഹരമാലിന്യ സംസ്കരണ യൂണിറ്റ് നിർമ്മിച്ചെങ്കിലും നിലവിൽ ഇത് പ്രവർത്തനരഹിതമാണ്. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ മാത്രമാണ് പ്ലാന്റ് ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പ്ലാന്റിൽ എത്തിക്കുകയും ഇവിടെ വെച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുകയും സംസ്കരണം നടത്തുകയായിരുന്നു പതിവ്. ജൈവവള നിർമ്മാണവും ലക്ഷ്യമിട്ടിരുന്നു. കഴിഞ്ഞ വർഷം കെട്ടിടത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും സംസ്കരണം നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായില്ല. നിലവിൽ പ്ലാന്റിലെത്തിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം വേർതിരിച്ച ശേഷം പേപ്പർ, കുപ്പിച്ചില്ലുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ വിവിധയിനം മാലിന്യങ്ങൾ സമീപത്ത് തള്ളുകയായിരുന്നു പതിവ്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ തീ കത്തുമ്പോൾ ഉയരുന്ന പുക വൻ ആരോഗ്യ പ്രശ്നങ്ങളാണ് മേഖലയിൽ സൃഷ്ടിച്ചിരുന്നത്. കഴിഞ്ഞയിടെ പ്ലാന്റിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ഉയർന്ന തീ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുകയാണ്. മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, തലമുടി, അതുപോലെ തന്നെ മീൻ കൂടകൾ, മറ്റ് ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അത് കത്തിക്കുന്നതിന് ആവശ്യമായ അടുപ്പില്ലാത്തതുകൊണ്ട് ആഴി കൂട്ടി കത്തിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പുകപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചിട്ട് പടിഞ്ഞാറ് നിന്ന് അടിക്കുന്ന കാറ്റിന് പടിഞ്ഞാറേക്കും കിഴക്കേക്കും, കിഴക്ക് നിന്ന് അടിക്കുന്ന കാറ്റിന് പടിഞ്ഞാറേക്കും ഇതിങ്ങനെ പാറി പറന്നു വയ്ക്കും. കൊച്ചുകുട്ടികൾ അടക്കമുള്ളവർ ഈ പുക ശ്വസിക്കേണ്ട ഗതികേടിലാണ്. പ്ലാന്റിലെ സംസ്കരണ രീതികൾ നവീകരിക്കുമെന്ന് നിരവധി തവണ അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇക്കാരണത്താൽ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റണമെന്നും മാലിന്യ നിക്ഷേപം ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത മേഖലയിലേക്ക് മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്ലാന്റ് മാറ്റുന്നതിന് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മാലിന്യവുമായി എത്തുന്ന വാഹനം പ്ലാന്റിലേക്കുള്ള വഴിയിൽ തടയുമെന്ന് പൗരസമിതി ഭാരവാഹികളായ ജോൺസൺ പൂങ്കുടി, TM രാജു, ചിന്നമ്മ ശശി, ജോസ് PV എന്നിവർ പറഞ്ഞു. തൊടുപുഴയിൽ ആശുപത്രി വളപ്പിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ 2 പേർ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്ന് 4 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. കരിങ്കുന്നം പള്ളിക്കര വീട്ടിൽ പ്രകാശ്, മീനച്ചിൽ എടപ്പാടി ഇഞ്ചിയിൽ വീട്ടിൽ ബിജു എന്നിവരെയാണ് ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും ഇടുക്കി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രി വളപ്പിൽ നിന്നും ഇന്നലെ ഉച്ചയോടെ പ്രതികളെ പിടികൂടിയത്. 4 കിലോ കഞ്ചാവ് സഹിതം പ്രകാശിനെ ഇവർ എത്തിയ ജീപ്പിനകത്താക്കി പൂട്ടിയെങ്കിലും കൂട്ടാളി ബിജു എക്സൈസ് സംഘത്തെ വെട്ടിച്ച് തൊടുപുഴയാറ്റിലേക്ക് ചാടി മറുകരയിലേക്ക് നീന്തി. സ്ക്വാഡ് അംഗങ്ങൾ മറുകരയിലെത്തിയപ്പോൾ ബിജു തിരിച്ചു നീന്തി. വീണ്ടും മറുകരയിലേക്ക് നീന്തിയെങ്കിലും അവശനായതിനെ തുടർന്ന് കരയിൽ വിശ്രമിച്ചു. ഈ സമയത്ത് ഇയാളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർ എത്തിയ ബിജുവിന്റെ പേരിലുള്ള ജീപ്പും കസ്റ്റഡിയിലെടുത്തു. സ്ഥിരം ഇടപാടുകാർക്ക് വിൽക്കാൻ കൊണ്ടുവന്ന കഞ്ചാവാണ് ആശുപത്രി വളപ്പിൽ നിന്ന് പിടികൂടിയത്. എന്നാൽ ഇവ വാങ്ങാനെത്തിയവർ വിവരമറിഞ്ഞ് രക്ഷപ്പെട്ടു. അറസ്റ്റിലായ ഇരുവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും കുപ്രസിദ്ധ ഗുണ്ടയായ ആയി സജിയുടെ സംഘത്തിൽപ്പെട്ടവരുമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ NB സുദീപ് കുമാർ, MS ജിനീഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ R സജീവ്, CM ബിൻസാദ്, KV സുഗു, സിവിൽ എക്സൈസ് ഓഫീസർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
അമൃത സ്വാശ്രയ സംഘങ്ങളുടെ ജില്ലാ സംഗമം കട്ടപ്പനയിൽ നടന്നു. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയുടെ അധ്യക്ഷതയിലാണ് സംഗമം നടന്നത്. സ്വാശ്രയ സംഘങ്ങളുടെ ലക്ഷ്യം തന്നെ സ്ത്രീകളുടെ ഒത്തൊരുമയിലൂടെ, കൂട്ടായ്മയിലൂടെ ഇന്ന് സ്ത്രീകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും. ഒരു സ്ത്രീയുടെ കയ്യിൽ എത്തുന്ന പണം അതിൻ്റെ 99% തൻ്റെ കുടുംബത്തിന്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ആ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും സ്ത്രീകൾ വിനിയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയാണ് ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമെന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അമൃത സ്വാശ്രയ സംഘങ്ങളുടെ ജില്ലാ സംഗമം കട്ടപ്പന കൊച്ചുതോവാളയിൽ വെച്ചാണ് നടന്നത്. 80-ലധികം അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങളെ പ്രതിനിധീകരിച്ച് പ്രധാന പ്രവർത്തകർ ജില്ലാ സംഗമത്തിൽ പങ്കെടുത്തു. അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങളുടെ നാഷണൽ ചീഫ് കോർഡിനേറ്റർ രംഗനാഥൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സ്വയം തൊഴിൽ പരിശീലനം, മൈക്രോ ഫിനാൻസിംഗ് തുടങ്ങി സ്വാശ്രയ സംഘങ്ങളുടെ വിവിധ പ്രവർത്തന മേഖലകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ യോഗത്തിൽ നടന്നു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ ജലജ ജയസൂര്യ, അമൃതശ്രീ ജില്ലാ കോർഡിനേറ്റർ ഉഷ ബാലൻ, ജനശിക്ഷൻ സംസ്ഥാൻ ഇടുക്കി ഡയറക്ടർ രജനി മേനോൻ സി തുടങ്ങിയവർ സംസാരിച്ചു. മഹിജ എന്ന അമ്മയെ റോഡിൽ വലിച്ചിഴച്ചത് കേരളത്തിന് അപമാനകരമാണെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. രാജാക്കാടിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ട രീതിയിൽ കഴിയുന്നില്ലെന്നും അതിന്റെ തെളിവാണ് മഹിജ എന്ന അമ്മയ്ക്ക് സംഭവിച്ചതെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ രാജാക്കാട്ടിൽ പറഞ്ഞു. മഹിജ എന്ന് പറയുന്ന ആ പാവപ്പെട്ട അമ്മയുടെ കണ്ണിൽ നിന്നും തോരാത്ത കണ്ണീര് പോലെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മയെയാണ് DGPയുടെ ഓഫീസിൽ കയറി ചെന്ന് അവിടെ പോയി നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി കടന്നുപോയവരെ വലിച്ചിഴച്ചുകൊണ്ടുപോയി അപമാനിച്ച് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടായത്. യഥാർത്ഥത്തിൽ കൃത്യമായ സമയത്ത് നിയമ സംവിധാനത്തിന്റെ ബോധനം ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഭരണമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമായിരുന്നോ എന്ന് സമൂഹം മുഴുവൻ ചോദിക്കുകയാണ്. യഥാസമയത്ത് നിയമ സംവിധാനം വേണ്ട രീതിയിൽ നടപ്പിലാക്കുവാൻ സർക്കാരിനു കഴിയുന്നില്ല. സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കല്ലാർ കുറ്റപ്പെടുത്തി. രാജാക്കാട് ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുഴിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ലിജോ മുണ്ടപ്ലാക്കൽ സ്വാഗതം ആശംസിച്ചു. കോൺഗ്രസ് നേതാക്കളായ ആർ ബാലൻപിള്ള, MB ജോസ്, റെജി പനച്ചിക്കൽ, KS അരുൺ, ജോഷി കന്യാകുഴി, പുഷ്പലത സോമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള തമിഴ്നാട് അതിർത്തി വേർതിരിക്കുന്ന ചിന്നാർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ വെള്ളമെത്തിക്കാൻ ശ്രമം തുടങ്ങി. ഇതിനായി തമിഴ്നാടിന്റെ ഭാഗമായ പ്രദേശത്ത് തടയണ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളും തമിഴ്നാട് ആരംഭിച്ചു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പങ്കിടുന്ന ചിന്നാർ പുഴയിൽ നിന്നുമാണ് ചിന്നാർ തായന്നൻകുടിയിലെ 50ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ കുടിവെള്ളത്തിനും കൃഷിക്കാവശ്യമായ ജലസേചനത്തിനും വെള്ളം എത്തിക്കുന്നത്. എന്നാൽ തമിഴ്നാട് ചിന്നാറിന് കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കുന്നതോടെ കേരളത്തിന്റെ ഭാഗത്തേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കും. നിലവിൽ ചിന്നാറിൽ നിന്നും കനാല് വഴി വെള്ളം തിരിച്ചുവിട്ടാണ് കുടിനിവാസികൾ ഉപയോഗിക്കുന്നത്. ഇവിടേക്കുള്ള നീരൊഴുക്കാണ് തടയണ തീർക്കുന്നതോടെ ഇല്ലാതാകുന്നത്. ഇതോടെ കുടിനിവാസികൾക്ക് ഏക ആശ്രയമായ ജലസ്രോതസ്സാണ് ഇല്ലാതാകുന്നത്. മാത്രവുമല്ല, വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിയിൽ വൈദ്യുതി എത്തിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന ഹൈഡൽ പവർ സ്റ്റേഷന്റെ പ്രവർത്തനവും നിലയ്ക്കും. ചെക്ക് ഡാം നിർമ്മിക്കുന്നതോടെ ഇവിടെയുള്ള ചെറുകിട വൈദ്യുത പദ്ധതിയും പ്രവർത്തനരഹിതമാകും. ഇതോടെ കുടിയിലെ വെളിച്ചവും ഇല്ലാതാകും. മറ്റ് ജലസേചന സംവിധാനം ഇല്ലാത്തതിനാൽ തായണ്ണൻകുടിയിലെ കൃഷിയും പൂർണ്ണമായി ഇല്ലാതാവും. ഇതോടെ ഇവിടെ നിന്നും 60ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ പലായനം ചെയ്യേണ്ട അവസ്ഥയാകും സംജാതമാകുന്നത്. കോടമ്പൂർ കുടിക്കാർക്ക് വേണ്ടി കനാല് വെട്ടിപ്പോകുന്നുണ്ട്. അത് മൊത്തം വെള്ളം അവർ തന്നെ കൊണ്ടുപോകാതെ ഇവിടെ ഞങ്ങൾക്കും വെള്ളം വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയെല്ലാം മൊത്തം പോകും, നശിച്ചു പോകുന്ന അവസ്ഥയെ പോലെ കാണുന്നു. ഡാം കെട്ടി കൊണ്ടുപോയാൽ മൊത്തം വെള്ളം അവർ കൊണ്ടുപോകും. ഞങ്ങളുടെ കണക്ക് അവർക്കും വെള്ളം വേണം, ഞങ്ങൾക്കും വെള്ളം വേണം. അങ്ങനെ ചെക്ക് ഡാം കെട്ടിയില്ലെങ്കിൽ വെള്ളം വരും എന്നും പോലെ ഞങ്ങൾ കൃഷിയും ചെയ്യും. ഇതിന് സർക്കാർ അവർക്കും ഞങ്ങൾക്കും വെള്ളം തരാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. സർക്കാർ നേരിട്ടിടപെട്ട് ചെക്ക് ഡാം നിർമ്മാണം നിർത്തിവെക്കുന്നതിനും ഇരു ഗ്രാമങ്ങളിലും വെള്ളം ലഭിക്കുന്നതിനുമുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് തായണ്ണൻകുടി നിവാസികളുടെ ആവശ്യം. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിൽ നടന്നുവന്ന SPC ഇടുക്കി ജില്ലാ സമ്മർ ക്യാമ്പ് സമാപിച്ചു. ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ സമാപന ചടങ്ങിൽ സല്യൂട്ട് സ്വീകരിച്ചു.
ആത്മാഭിമാനവും രാജ്യസ്നേഹവും അർപ്പണബോധവുമുള്ള തലമുറയ്ക്കായി കണ്ടെത്തിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഇടുക്കി ജില്ലാ സമ്മർ ക്യാമ്പ് അടിമാലിയിൽ സമാപിച്ചു. രാവിലെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ IPS കേഡറ്റുകളുടെ പരേഡ് വീക്ഷിച്ചു. തുടർന്ന് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കുമാരി നവ്യ പൌലോസ്, മുതലക്കോടം SG ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മാസ്റ്റർ ഫൈസൽ PY എന്നിവർ നയിച്ച കേഡറ്റുകളുടെ അഭിവാദ്യം KB വേണുഗോപാൽ IPS സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിലെ 24 സ്കൂളുകളിൽ നിന്നായി 22 വീതം 577 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. 295 ആൺകുട്ടികളും 282 പെൺകുട്ടികളും പരേഡിൽ അണിനിരുന്നു. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും SPCയുടെ ജില്ലാ നോഡൽ ഓഫീസറുമായ AD മോഹനദാസിന്റെ നേതൃത്വത്തിലാണ് പരേഡ് നടന്നത്. പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച ശേഷം ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ IPS ഉദ്ഘാടന പ്രസംഗം നൽകി. രാജ്യം നേരിടുന്ന ഏത് വെല്ലുവിളിയും നേരിടുവാൻ തയ്യാറായ മനസ്സും ശരീരവുമാണ് നമ്മളുടെ ഈ കുട്ടികൾ എന്ന് നമുക്ക് ബോധ്യപ്പെടും. തുടർന്ന് മികച്ച കേഡറ്റുകൾക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു. ഏറ്റവും നല്ല പ്ലറ്റൂണായി മണിയാറൻകുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് യാസിൻ, അടിമാലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ മീറ്റിമോൾ ബേബിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡീഷണൽ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു, ARSC അബ്ദുൽ വഹാബ്, കുമളി CI പ്രദീപ് കുമാർ, അടിമാലി CI യൂനസ്, SI സന്തോഷ് സജീവ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ രക്ഷിതാക്കളും പരേഡ് വീക്ഷിക്കുവാൻ എത്തിയിരുന്നു. ഏലപ്പാറ പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. ഏലപ്പാറ ടൗണിൽ നിന്ന് പഞ്ചായത്ത് നീക്കം ചെയ്യുന്ന മാലിന്യം കട്ടപ്പന കുട്ടിക്കാനം റോഡിലെ 2ാം മൈലിലാണ് നിക്ഷേപിക്കുന്നത്. ഏലപ്പാറ പഞ്ചായത്തിൽ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണ് മാലിന്യ പ്രശ്നം. ഏലപ്പാറ പഞ്ചായത്തിൽ 4ാം മൈൽ മുതൽ മേമല വരെ യാത്ര ചെയ്യണമെങ്കിൽ മൂക്ക് പൊത്തണം. ഏലപ്പാറയിൽ നിന്ന് പഞ്ചായത്ത് നീക്കം ചെയ്യുന്ന മാലിന്യം 1ാം മൈലിന് സമീപത്തായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. ഇത് പിന്നെ 2ാം മൈലിലേക്കും ഇപ്പോൾ 3ാം മൈലിലേക്കും മാറ്റി. ഏലപ്പാറ ആറ്റിലേക്കാണ് മാലിന്യമെല്ലാം നിക്ഷേപിക്കുന്നത്. വൻതോതിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം കാരണം യാത്രക്കാരും നാട്ടുകാരും പൊറുതിമുട്ടുകയാണ്. ഇപ്പം അതിന്റെ 2ാം മൈലിൽ ഒരു കലുങ്കുമായിട്ട് ബന്ധപ്പെട്ട് കലുങ്കിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പുതിയ കലുങ്ക് പണിതതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഏലപ്പാറ ടൗണിലെ വേസ്റ്റ് കംപ്ലീറ്റ് കൊണ്ട് തള്ളുന്ന ഒരു സംവിധാനമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അത് 1-2 പ്രാവശ്യം കോടതി കേസ് വരെ നിലവിലുള്ളതാണ്. പഞ്ചായത്ത് ആയിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് അത് അന്വേഷിക്കുന്നേ ഇല്ലാത്തൊരു സംവിധാനം. ഇപ്പം ഇത് ദയവായി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏലപ്പാറ പഞ്ചായത്തിനകത്ത് ഈ 1ാം മൈൽ ഭാഗത്ത് വേസ്റ്റ് തള്ളാതിരിക്കാനുള്ള സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയിൽ പറയാനുള്ളത്. കട്ടപ്പന കുട്ടിക്കാനം റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കോടതി തടഞ്ഞിട്ടുള്ളതാണ്. കോടതി വിധി പോലും മറികടന്നാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത്. പഞ്ചായത്ത് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏലപ്പാറയിൽ പകൽപൂരം നടന്നു. ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ചാണ് പകൽപൂരം നടന്നത്. രാവിലെ 10 മണിയോടെ ലക്ഷം വീട് കാണിക്ക മണ്ഡപത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചു. ചെണ്ടമേളം, പാണ്ടിമേളം, തെയ്യം, പൂക്കാവടി, അമ്മൻകുടം, മുളപ്പാരി, കെട്ടുകാഴ്ച തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് താലപ്പൊലി ഘോഷയാത്ര നടന്നത്. ഘോഷയാത്ര ഏലപ്പാറ ടൗൺ ചുറ്റി ക്ഷേത്രത്തിലെത്തിയപ്പോൾ കലശപൂജ ആരംഭിച്ചു. തുടർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് പകൽപൂരം അരങ്ങേറിയത്. കഴിഞ്ഞ 5-ാം തീയതി ആരംഭിച്ച ഉത്സവ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. പാലാ സൂപ്പർ ബീറ്റ്സിന്റെ ഗാനമേളയോടെയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത്. കട്ടപ്പന കുന്തളംപാറ ദേവീക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു.
പരിമിതികൾക്കും പരാധീനതകൾക്കും നടുവിൽ ദുരിതമനുഭവിച്ചു കഴിയുകയാണ് ചിന്നാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജീവനക്കാർ ഇവിടെ കഴിയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തെ ലഹരിയിൽ മയക്കുവാൻ മാഫിയ സംഘങ്ങൾ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും കടത്തിക്കൊണ്ടുവരുമ്പോൾ ഇതിന് തടയിടുന്നതിനു വേണ്ടി ഉറക്കമളച്ച് കാത്തിരിക്കുന്ന ചിന്നാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർക്കുള്ള സൗകര്യങ്ങളാണിത്. ഇരിക്കാൻ നല്ല കസേരയില്ല, കിടക്കുന്നതിന് കട്ടിലുമില്ല. പകരം മരക്കാലുകൾ കുഴിച്ചിട്ടും സിമന്റ് കട്ടകൾ ഉയർത്തിവെച്ചും ഇതിൽ പലക നിരത്തി പായ വിരിച്ചാണ് കിടക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങളില്ല. ചുരുക്കത്തിൽ പരിമിതമായ സ്ഥലത്ത് പരാധീനതകൾക്ക് നടുവിൽ ദുരിതമനുഭവിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. എല്ലാ വർഷവും ചെക്ക് പോസ്റ്റ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് നൽകുമെങ്കിലും ഫലമുണ്ടാകാറില്ല. കടുത്ത തണുപ്പുള്ള ചിന്നാറിൽ പലക നിരത്തിയ തട്ടിൽ ഷീറ്റ് വിരിച്ചാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്. സംസ്ഥാനത്തേക്കുള്ള ലഹരി കള്ളക്കടത്ത് തടയുന്നതിനു വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉണർന്നിരിക്കുമ്പോഴും ഇവരുടെ ദുരിത ജീവിതം ബന്ധപ്പെട്ടവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സ്കൂൾ അവധി ആരംഭിച്ചതോടെ കുട്ടികളും ഒപ്പം മുതിർന്നവരും കളിക്കളങ്ങളിൽ സജീവമായി. കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമെല്ലാം യുവതലമുറയെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അവധിക്കാലം ഉല്ലാസപ്രദമാക്കുകയാണ് കുട്ടികൾ. മണ്ണുകൊണ്ട് ചോറും കറികളും വെച്ച് മാവിൻ ചുവട്ടിൽ കളിവീടുണ്ടാക്കി കണ്ണിമാങ്ങ പൊട്ടിച്ച് തിന്ന് വൃക്ഷലതാദികളോട് സംവദിച്ച് പൊരിവെയിലിൽ കളിച്ചു നടന്ന അവധിക്കാല സ്മരണകളെ ബഹുദൂരം പിന്നിലാക്കി പുതുതലമുറ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള കളികളായ ക്രിക്കറ്റ്, വോളിബോൾ തുടങ്ങിയവയിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. കളികൾ മാറിയെങ്കിലും കളിക്കളങ്ങൾക്ക് മാറ്റമില്ല. വറ്റിവരണ്ട പാടശേഖരങ്ങളും ഡാമുകളും ആളില്ലാ പുരയിടങ്ങളും എല്ലാം വൈകുന്നേരമാകുമ്പോൾ കളിക്കാരെ കൊണ്ട് നിറയുന്നു. അവധിക്കാല സായാഹ്നങ്ങൾ കായിക വിനോദങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ കുട്ടികളോടൊപ്പം പല കളിക്കളങ്ങളിലും മുതിർന്നവരെയും കാണാം. ഇരട്ടയാർ ഡാമിൽ നോർത്ത് പമ്പ് ഹൗസിന് സമീപം വൈകുന്നേരങ്ങളിൽ വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കളികളിൽ ഏർപ്പെടുന്നതിനായി കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അവധിക്കാലത്ത് ഇങ്ങനെ കളിക്കാൻ ചേട്ടന്മാരും കൂടെ കൂടുന്നതിന്. പല മിടുക്കന്മാർക്കും എല്ലാ ദിവസവും അവധി ലഭിക്കുന്നതാണ് ഇഷ്ടം. എന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്നും അവധിയായിരുന്നേ ഞങ്ങൾക്ക് അതിലും ഒത്തിരിയേറെ സന്തോഷം തരുന്നതാണ്. അവധിക്കാലത്ത് വിത്തുറയ്ക്കാത്ത കണ്ണിമാങ്ങ പൊട്ടിച്ച് ഉപ്പും മുളകും ചേർത്ത് തിന്ന് പല്ലുപൊളിച്ച സ്മരണകൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന നവവിനോദ സംസ്കാരത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും അവധിക്കാലം എന്നും മധുരമുള്ള ഓർമ്മ തന്നെ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ്, കെജിസ് ജ്വല്ലറി. മരക്കുറ്റികളിൽ ജീവൻ തുളുമ്പുന്ന ശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് വേലിക്കകത്തുപറമ്പിൽ മാർട്ടിൻ എന്ന ദാരുശില്പി. ജില്ലയിൽ പലയിടങ്ങളിലായി പലതരം ശില്പങ്ങളാണ് ഇദ്ദേഹം നിർമ്മിച്ചു നൽകിയത്. സ്വദേശം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പാണെങ്കിലും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വേലിക്കകത്തുപറമ്പിൽ മാർട്ടിൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഉപയോഗശൂന്യമായ മരക്കുറ്റികളും വേരുകളും കണ്ടെത്തി മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനാണ് ഇദ്ദേഹം. ആന, മുതല, മാൻ, കരടി, കുരങ്ങ് തുടങ്ങി ജലജീവികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളും പക്ഷികളും എന്നുവേണ്ട പ്രകൃതിയിലുള്ള എന്തും തടിയിൽ കൊത്തിയെടുക്കുന്നതിൽ അതിവിദഗ്ധനായ മാർട്ടിന് പകരം വയ്ക്കാൻ വേറെ ആളില്ലെന്ന് തന്നെ പറയാം. അടുത്ത കാലത്ത് ഇരട്ടയാർ നോർത്തിലെ ഒരു വീട്ടിൽ നിന്നും ലഭിച്ച വമ്പൻ തേക്കിൻകുറ്റിയിൽ മാർട്ടിൻ കടഞ്ഞെടുത്തത് 20-ൽ പരം ജീവികളാണ്. കൂട്ടിച്ചേർക്കലുകളില്ലാത്ത ശില്പവേലകൾ നിറഞ്ഞ ഈ തേക്കിൻകുറ്റി ഊണുമേശയാക്കിയാൽ 15 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പര്യാപ്തമാണെന്ന് മാർട്ടിൻ പറയുന്നു. ഒരു ജോയിന്റ് പോലും ഇല്ലാതെ ഒറ്റത്തടിയിൽ തീർത്ത, ഒരു 6 മാസം കൊണ്ട് ഒറ്റത്തടി തീർത്ത ഒരു കുറ്റിയായത്. ഇത് അപൂർവം ഇത് കിട്ടുന്ന ഒരു സാധനം. ഇത് ഈ കുറ്റി എന്ന് പറഞ്ഞാൽ ഒരു 15 ഒരു അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ഏറ്റവും ഒരു സെറ്റപ്പായ ഒരു വലിയൊരു ഹോളിലിട്ട് ഇടാനുള്ള ഒരു സെറ്റപ്പായ ഒരു കുറ്റിയായത്. ജില്ലയുടെ പല മേഖലകളിലും ഇത്തരത്തിൽ മാർട്ടിൻ നിർമ്മിച്ച ദാരുശില്പങ്ങൾക്ക് വൻ പ്രചാരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ശില്പി മാർട്ടിനാണെന്നറിഞ്ഞാൽ ശില്പത്തിന് ആവശ്യക്കാരും വർദ്ധിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന.
ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരത്തിന് ഇന്ന് തുടക്കമായി. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ജനത ഓശാന ഞായർ ആചരിച്ചു. തൊടുപുഴയിൽ കേന്ദ്രമന്ത്രി CR ചൌധരി താമസിച്ച സർക്കാർ ഗസ്റ്റ് ഹൌസിൽ 1.5 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയത് വിവാദമാകുന്നു. സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യൻ. വേനൽ മഴയ്ക്ക് ശേഷമുണ്ടായ കഠിനമായ ചൂട് കാപ്പി കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കടുത്ത വേനലിൽ കാപ്പിപ്പൂക്കൾ കരിഞ്ഞുണങ്ങി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു. ദിനംപ്രതി 600-ലധികം രോഗികളെത്തുന്ന ആതുരാലയത്തിൽ മരുന്ന് വാങ്ങുന്നതിനും കുത്തിവയ്പ്പെടുക്കുന്നതിനുമായി മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട ഗതികേടിൽ രോഗികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.